എല്ലാ ദിവസവും ഞങ്ങളുടെ കുസൃതി കുട്ടികളുമായിട്ട് ടെറസിൽ വന്ന് നിൽക്കുന്ന ഒരു ശീലം യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ വരെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതൊക്കെ പാടെ മാറി. ഇവരെ ടെറസിൽ കൊണ്ടുവരത്തില്ലെന്ന് മാത്രമല്ല റൂമിന് അധികം ദൂരം ഒന്നും നമ്മൾ അങ്ങനെ വിട്ടു പോകാറുമില്ല കേട്ടോ. അതായത് ഇവരെ അധികം പാർക്കിലും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നാണ് സത്യം. ഇന്ന് ഞങ്ങളൊന്ന് തിരുത്തി എഴുതി കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇന്നലെ ഭയങ്കര മഴയും കാറ്റും അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന രാത്രിയാണ് കേട്ടോ. അതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, റോഡും ഗ്രൗണ്ടും ഒക്കെ ഏകദേശം നല്ല രീതിയിൽ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല 2 ദിവസത്തിന് ശേഷം ഇന്നലെ പിന്നെയും നമുക്ക് അതായത് ഈ മിസൈൽസ് ഒക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന സൗണ്ട് മാത്രമല്ല വിഷ്വലി നമുക്കത് കാണാനും പറ്റുമായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ കുട്ടികൾ 2 പേരും ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. അവര് മാത്രമല്ല നമ്മൾ ഉറങ്ങിയില്ല. അതിന്റെ ഒരു ചടുപ്പും മടുപ്പും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇവരുടെ ടെറസിലേക്ക് വന്നത്. അന്ന് ഉടനെ തന്നെ അവരവരുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് നേരം ഓടിക്കളിച്ചു, പിന്നെ ഡാൻസ് പ്രാക്ടീസ്, ഇനി കുറച്ച് നേരം എക്സസൈസ് ഒക്കെ ചെയ്യും കേട്ടോ. അല്ല ഇവർ അധിക നേരം ഇവിടെ നിർത്തുന്നത് സേഫ് അല്ല, കാരണം നല്ല തണുത്ത കാറ്റുണ്ട്. അതായത് അടുത്ത മഴയ്ക്കുള്ളതെല്ലാം കൊട്ടിക്കേറി വരുന്നുണ്ടായിരുന്നേ. ഈ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ നിൽക്കാൻ അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അധിക നേരം അങ്ങനെ നിൽക്കുന്നത് അത്ര നല്ലതല്ല ഇവരുമായിട്ട്. കാരണം വേറൊന്നും അല്ല കേട്ടോ, നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. ചില സമയം ഇവരത് കണ്ടുകൊണ്ട് നിൽക്കും, ചില സമയം ഇവർക്ക് അത് ഭയങ്കര പേടിയാണ്. ശരിക്കും ഈ യുദ്ധക്കെടുതികൾ എന്താണെന്ന് അനുഭവിക്കുന്ന ജനതയ്ക്കല്ലേ ഇതിന്റെ ഒരു ഭീകരത അറിയാൻ പറ്റൂ. എന്തായാലും നമുക്ക് ദൈവം സഹായിച്ച നിലവിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തായാലും ആർക്കും ഒരു പ്രശ്നമില്ലാതെ യുദ്ധമല്ല എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ.